എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4ാം ക്ലാസ്സിലെ ഗണിതം പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ചതുരം ഏത്? ഇത് കഴിഞ്ഞ ക്ലാസ്സിലത്തെ കുറച്ച് കണക്കുകളാണ്. അപ്പൊ അതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. താഴെ നൽകിയവയിൽ ഏതാണ് ചതുരം? എന്താണ് ചതുരത്തിന്റെ പ്രത്യേകത? ചതുരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് 4 സൈഡ് ഉണ്ടാവും അല്ലെ? 4 വശങ്ങൾ ഉണ്ടായിരിക്കും. എതിർവശങ്ങൾ തുല്യമായിരിക്കും. പിന്നെന്താണ്? കുത്തനെ ആയിരിക്കണം അല്ലെ? ചെരിഞ്ഞിട്ടൊന്നും പോകാൻ പാടില്ല. അപ്പൊ ഇത് നോക്കൂ, ഇത് കണ്ടോ, ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഏതാണ് ചതുരം? ഇതാണ് ചതുരം അല്ലെ? 4 വശങ്ങളുണ്ട്. 4 വശങ്ങൾ എതിർദിശയിലുള്ളത്, എതിർവശത്തുള്ളത് ഒരേ അളവാണ്. അതുപോലെ തന്നെ കുത്തനെയാണ് ഈ ഒരു സൈഡ് ഉള്ളത്. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് ഇതാണ് ചതുരം. അപ്പൊ എന്താണ് കണ്ടെത്തിയത്? ഒരു വരയ്ക്ക് കുത്തനെയായിരിക്കണം അതിനടുത്തുള്ള വര. എതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. അടുത്തടുത്ത വശങ്ങൾ കുത്തനെയാണ് നിൽക്കേണ്ടത് അല്ലെ? പിന്നെന്താ? 4 മൂലകളുണ്ട്, 4 വശങ്ങളുണ്ട്. ഓക്കെ. കണ്ടെത്താം, നിറം നൽകാം. അനു വരച്ച ചിത്രങ്ങളിൽ ഏതൊക്കെയാണ് ചതുരങ്ങൾ? നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഇത് ചതുരമാണ്. പിന്നെ ഇതും ചതുരമാണ്. ബാക്കിയുള്ളതൊക്കെ നോക്കൂ, കുത്തനെയല്ല അല്ലെ? ഇതൊക്കെ ചെരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വശവും ചരിഞ്ഞിട്ടാണ്, ഇവിടെയും ചരിഞ്ഞിട്ടാണ്. അപ്പൊ 4 വശങ്ങൾ ഉണ്ട്. ഒന്നാമത്തെ 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്. 4 വശങ്ങളിലും ഒരു വരയ്ക്ക് കുത്തനെയാണ് അടുത്ത വര. അതും തുല്യം, ശരിയാണ്. എതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. രണ്ടാമത്തെ നോക്കൂ, 4 വശങ്ങളുണ്ട്, അത് ശരിയാണ്. പക്ഷേ 4 മൂലകളുണ്ട്, അതും ശരിയാണ്. 4 വശങ്ങളിലും ഒരു വരയ്ക്ക് കുത്തനെയാണ് അടുത്ത വര. ആണോ? അല്ല. അപ്പൊ അത് തെറ്റാണ്. എതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. എതിരെയുള്ള വശങ്ങൾ തുല്യമല്ല ഇതിലല്ലേ? അപ്പൊ അതും തെറ്റാണ്. അടുത്ത ചിത്രം നോക്കൂ, 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്. 4 വശങ്ങളിലും ഒരു വരയ്ക്ക് കുത്തനെയാണ് അതിനടുത്തുള്ള വര. എതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. അടുത്തതോ? 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്. കുത്തനെയല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ്. എതിരെയുള്ള വശങ്ങൾ തുല്യമാണ്, ഇത് ശരിയാണ്. എതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. അടുത്തതോ? 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്. പക്ഷെ അടുത്തത് രണ്ടും തെറ്റാണ്. അപ്പൊ ഏതാണ് ചതുരം എന്ന് വെച്ചാൽ നിങ്ങൾ അതിന് നിറം കൊടുക്കുക. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ കുറച്ചു പേര് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഇടാമെന്ന് വിചാരിച്ചത്. ഇനി അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ആശംസാ കാർഡുകൾ തയ്യാറാക്കുകയാണ് അഞ്ജുവും കൂട്ടുകാരും. ചതുരാകൃതിയിലുള്ള ആശംസാ കാർഡ് തയ്യാറാക്കാൻ നിങ്ങൾ കട്ടിക്കടലാസ് എങ്ങനെ മുറിച്ചെടുക്കും? എങ്ങനെയാണ് മുറിച്ചെടുക്കുക? മൂലകൾ എങ്ങനെ കൃത്യമാക്കാം? ചേർത്ത് വെച്ച് നോക്കിയാലോ? ഈ ചിത്രത്തോട് ചേർത്ത് വരച്ച് മൂലകൾ കൃത്യമാക്കാം ട്ടോ. അപ്പൊ എങ്ങനെയാ മുറിച്ചെടുക്കേണ്ടത്? വശങ്ങൾ എന്തായിരിക്കും? 4 വശങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ? അതുപോലെ തന്നെ കുത്തനെ ആയിരിക്കണം. അപ്പൊ ഈ ഒരു ചിത്രം നോക്കി ഇതിനനുസരിച്ച് നിങ്ങൾ മുറിച്ചെടുത്ത് ഒരു ആശംസാ കാർഡ് തയ്യാറാക്കാം. ഇനി അടുത്ത പ്രവർത്തനം, ഞാൻ തയ്യാറാക്കിയ ആശംസാ കാർഡിന്റെ 4 വശങ്ങളുടെ നീളങ്ങൾ, അത് 4 വശങ്ങളുടെ നീളങ്ങൾ നിങ്ങൾ അളന്നിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. അടുത്തതൊരു ചതുരം നിർമ്മിക്കാനുള്ളതാണ്. 10 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ അളവുകളുള്ള ഈർക്കിൽ കഷ്ണങ്ങൾ മുറിച്ചെടുക്കൂ. ഇവയുപയോഗിച്ച് താഴെ കൊടുത്ത അളവുകളിൽ ചതുരം നിർമ്മിച്ചു നോക്കൂ. അപ്പൊ ഇതേപോലെ ചിത്രങ്ങൾ, അതായത് ഈർക്കിളികൾ മുറിച്ചെടുക്കുക, എന്നിട്ട് ചതുരങ്ങൾ നിർമ്മിച്ചു നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ തന്നെ ചെയ്യണം. എന്നിട്ട് ഇതിലേതാണ് ചതുരം നിർമ്മിക്കാൻ പറ്റാത്ത അളവുകൾ എന്ന് കണ്ടെത്തി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ.
അപ്പൊ ഇന്നത്തെ പ്രവർത്തനം എല്ലാവരും ചെയ്ത് നോക്കുക. അത് നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. അത് എനിക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും വീട്ടിലും ഈർക്കിളിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.